ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ ടൂറിസ്റ്റ് സ്പോട്ടായ മഹേന്ദ്ര കേവിലാണ്. ഇവിടെ ഒരാൾക്ക് 80 നേപ്പാളി റുപ്പീസാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതായത് നമ്മുടെ 50 ഇന്ത്യൻ റുപ്പീസ്. ഒരു ഇന്ത്യൻ റുപ്പി എന്ന് വെച്ചാൽ 1.6 നേപ്പാളി റുപ്പീസാണ്. ഈ മഹേന്ദ്ര കേവിന് പിന്നിൽ ഒരു സ്റ്റോറിയുണ്ട്. അതായത് പണ്ട് 1950 രണ്ട് ആട്ടിടയന്മാർ ഇതിലൂടെ നടന്നു പോകുമ്പോൾ കണ്ടുപിടിച്ച കേവാണിത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു കേവിന് മഹേന്ദ്ര എന്ന് പേര് വരാൻ കാരണം അന്ന് ഈ സ്ഥലം ഭരിച്ചിരുന്ന രാജാവിൻ്റെ പേരായിരുന്നു മഹേന്ദ്ര ബിർ വിക്രം ഷാദേവ്. അതുകൊണ്ടാണ് ഈ പേര് കിട്ടിയത്. കേവിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ മുകളിൽ നിന്നും വെള്ളം ഇറ്റുന്നത് കൊണ്ട് തന്നെ നടന്നു പോകുമ്പോൾ സ്ലിപ്പാവാതെ വീണു പോകാതെ ശ്രദ്ധയോടെ വേണം നടക്കാൻ. ഈ കേവിനുള്ളിൽ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ചെറിയ കല്ലുകൾ കൊണ്ട് ഒരുപാട് ചെറിയ ശില്പങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കേവിലൂടെ നടന്നു പോകാൻ ഒരു ഗൈഡിൻ്റെ ആവശ്യമൊന്നുമില്ല. നടന്ന് ഈ കേവിൻ്റെ എൻഡിലെത്തിയപ്പോൾ അവിടെ ഒരു നേപ്പാളി പൂജാരി ഇരിപ്പുണ്ട്. പൂജാരി ആളുകളെയൊക്കെ അനുഗ്രഹിക്കുന്നത് കാണാൻ കഴിയും. ഈ ഗുഹയുടെ ഉള്ളിൽ ഏകദേശം ഒരു 200 മീറ്ററോളമാണ് നടക്കാനുള്ളത്. ഇതുപോലെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകൾ നേപ്പാളിൽ കാണാനുണ്ട്. ഇവിടെ വരുമ്പോൾ എക്സ്പ്ലോർ ചെയ്തോളൂ. താങ്ക് യു.